പോയപ്പോഴും തിരക്ക് വന്നപ്പോഴും തിരക്ക് കേട്ടോ. അഞ്ജു ഇപ്പൊ കറി ഉണ്ടാക്കാൻ ഓടി കയറിയൊക്കെയാണ്. അപ്പൊ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടെ മീൻകറിയൊക്കെയാണ് ഉണ്ടാക്കിയേക്കണത്. അഞ്ജുവിനപ്പം പച്ചക്കറി മതിയെന്ന് അവർ ഗുരുവായൂർക്ക് പോകണം വീട്ടിൽ നിന്ന് അമ്മയൊക്കെ. അപ്പോൾ അവരുടെ ഒപ്പം പെട്ടെന്ന് തീരുമാനിച്ചാണ്. അപ്പോൾ അവരുടെ ഒപ്പം പോകാൻ വേണ്ടി ഇന്ന് പച്ചക്കറി കൂട്ടാമെന്നും പറഞ്ഞ് അപ്പം ഞാൻ എൻ്റെ ഇവിടെ വൈകിട്ട് ചായയുടെ കടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. സവാളയും പച്ചമുളകൊക്കെ മൈദക്കകത്ത് മുക്കി സവാള ഒരു ബജ്ജി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പഴം കൊടുത്ത് പഴംപൊരി ഉണ്ടാക്കി. അപ്പം അതൊന്നും തിന്നാൻ നേരെ ഇല്ല. അഞ്ജുവിന് വന്നിട്ട് ഭയങ്കര ധൃതി, അല്ലെങ്കിൽ ഭയങ്കര വിശപ്പായിട്ടാണ് അഞ്ജു ഓടി വരാറ്. പിന്നെ ഓഫീസിൽ നിന്ന് പിസ്സ എന്തോ കഴിച്ചേക്കണോണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയും എന്നാലും എല്ലാം കഴിയട്ടെ എന്നിട്ട് എടുത്ത് കഴിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി തക്കാളി സവാളയും കൂടി വഴറ്റിയെടുത്തായിരുന്നു കേട്ടോ. അതും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അഞ്ജു ഒന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇനി അഞ്ജുവിന് ട്യൂഷനുണ്ട്. പിള്ളേർ ട്യൂഷൻ വരും 7 മണിക്ക്. അപ്പോൾ അതിനുള്ളിൽ അഞ്ജുവിന് പോയി അഞ്ജുവിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. അപ്പോൾ ഒരു കണക്കിന് പെട്ടെന്ന് ഒരു വർഷം കടിച്ചിട്ട് ഓടാൻ പോണേ അഞ്ജു. ഇനി അഞ്ജു വരുന്നത് ഇനി 8 മണി 8:30 ആകുമ്പോഴാണ് താഴേക്ക് വരുള്ളൂ. ഓടിപ്പോയി.